ദൃശ്യം ടൂവിൽ വലിയ വിജയത്തിന് ശേഷം നമ്മൾ സിനിമ കഴിയുന്നുള്ളൂ. അതിനുശേഷം ചെറിയ താല്പര്യമാണ് വരുന്നത്. എന്തെങ്കിലും വിശേഷം സിനിമയെ പറ്റി പറയാം. ചെറിയ സിനിമയിൽ ഞാനൊരു ചെറിയ വേഷമാണ് ചെയ്തത്. എങ്കിലും മനസ്സിൽ എല്ലാവരും പടം കാണുന്നവർ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു കഥാപാത്രമാണ്. ഇതിനകത്ത് ഫ്രെഡി എന്നൊരു കഥാപാത്രത്തിലാണ് ചെറിയുടെ ഒരു കൂട്ടുകാരൻ പ്രവാസി പിന്നെ നാട്ടിൽ ഒന്നുമല്ലാതെ ഭാഗ്യമില്ലാതെ ഭാഗ്യം വിറ്റ് കിടക്കുന്ന ലോട്ടറി വിറ്റ് കിടക്കുന്ന ഒരാളായി മാറുന്നു. ഇവിടെ കഥ ജെറിയോട് പറയുന്ന ഒരു പ്രേക്ഷകരുടെ പറയുന്ന ഫാമിലി മൂവി ആയിട്ടാണ് ഇത് പറയുന്നത്. ഇപ്പോൾ നാരായണയുടെ 3 മക്കൾ അങ്ങനെയുള്ള പല സിനിമകളിലൂടെ ഇറങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ അതിലെ എന്ത് മെസ്സേജാണ് ഈ സിനിമയിൽ കൊടുക്കാൻ കഴിയുക എന്നുള്ള കാര്യം സിനിമ കണ്ടതിന് ശേഷം അല്ലാതെ ഇതിനകത്ത് നമുക്കൊരു ദിവസം ഉണ്ടായിരുന്നു. ഇതിൽ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പോഴത്തെ ബാക്കി ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്നോ ഉടക്കം എന്തായിരുന്നു എനിക്കറിയില്ല. ഒരു ദിവസം അല്ലെങ്കിൽ തിരക്കുണ്ടായിരുന്ന ഒരു ദിവസം എന്നോട് പറഞ്ഞ കഥാപാത്രം അതുകൊണ്ട് അതിൻ്റെ രീതിയിൽ നമ്മൾ അഭിനയിച്ചു. ക്ലൈമാക്സ് എന്തായിരുന്നു ഇതുമായിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. നമ്മുടെ ഫുൾ കഥ കേൾക്കുന്നതാണ് ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. എന്നില്ല, ഞങ്ങൾ ദൃശ്യം 2 ചെയ്തപ്പോഴും നമ്മളോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അതൊന്നും ട്വിസ്റ്റായിരുന്നു. ഞാൻ ട്വിസ്റ്റായിരുന്നു. ഞാനാണ് ഇതിനകത്ത് ഈ ട്വിസ്റ്റ് എന്നൊന്നും പോലും അറിയത്തില്ലായിരുന്നു. പടത്തിലും എനിക്കറിയത്തില്ല. പടം ഷൂട്ട് കഴിഞ്ഞ് പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാനാണ് ഈ പടത്തിൻ്റെ ട്വിസ്റ്റ് എന്ന് ഫുള്ള് കഥ പറയത്തില്ല. ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ ഇതാണ് സംഭവം എന്ന് മാത്രം പറഞ്ഞു ഈ സ്ക്രിപ്റ്റിൽ. അതുപോലെ ആയിരുന്നു. ശരിക്കും ആ കഥാപാത്രം മുഴുവനായിട്ട് ഉൾക്കൊള്ളാനായിട്ട് ഒരു പക്ഷേ മുഴുവൻ കഥ കേട്ടാൽ കുറച്ചും കൂടി സാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്നോട് ഡയറക്ടർ കാര്യങ്ങൾ പറഞ്ഞ ഫസ്റ്റിലെ പറഞ്ഞു ഇതിനകത്ത് അജിത്തിന്റെ വേഷം ഇതാണ്. എന്നെ ഒരാഴ്ച മുമ്പ് പുള്ളി എൻ്റെ അടുത്ത് വന്നു. പടം ഷൂട്ട് തുടങ്ങി കഴിഞ്ഞ് ഒരാഴ്ച മുമ്പ് എൻ്റെ അടുത്ത് വന്ന് ഞാൻ ആവശ്യങ്ങൾ ഹോട്ടലിൽ വന്ന് എന്നോട് സംസാരിച്ചു. ഇതാണ് സംഭവം, അജിത്തിന് ചെയ്യാൻ പറ്റും എന്ന്. ഞാൻ അതനുസരിച്ചൊക്കെ ചെയ്തു. ഒരു ലോട്ടറി കച്ചവടക്കാരൻ്റെ കാരണം നമുക്ക് അറിയാമല്ലോ, നടന്നു പോകുന്ന ലോട്ടറിക്കാരനും കട വെച്ച് വെക്കുന്ന ലോട്ടറിക്കാരനും ഒരു വ്യത്യാസം. അത്രയ്ക്ക് തരംതാഴ്ന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാൾ ഇവിടെ അവസ്ഥ അതാണ്. കാരണം സ്വന്തം കൂട്ടുകാരനോട് കടം മേടിച്ചുകൊണ്ട് വന്ന അവസ്ഥ, അതും കൊടുക്കാനില്ല. ഉള്ളിൽ കാണും മുങ്ങി കിടക്കുന്ന ഒരു സാധനം. അതായത് ഈ കഥയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ വെച്ചാൽ നിലവിലിപ്പോൾ ഇവര് ഇന്നതാണ് കഥ, ഇനി സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് കഥ കേട്ട് ചെയ്യായിരുന്നെങ്കിൽ എന്ന് തോന്നിയായിരുന്നു ചോദിച്ചത്. കഥ കേട്ട് ചെയ്താൽ തോന്നുന്നത് ഇതിനകത്ത് സംഭവം എന്ന് വെച്ചാൽ എന്നോട് ഫുള്ള് കഥ പറഞ്ഞിട്ടുള്ളത് കാരണം എൻ്റെ അനുഭവം ഞാൻ കൂട്ടുകാരനോട് പറയുന്നതാണ്. അപ്പോൾ ആ പുള്ളിക്ക് ആ കൂട്ടുകാരന് പുള്ളി ഗൾഫിലാണ്. ഞാൻ ഗൾഫിൽ നിന്ന് താമസിച്ചോണ്ടിരുന്നത് കൂട്ടുകാരനായി ഗൾഫിൽ വെച്ച്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ ഞാൻ മാറിയിരുന്നു. ആ അവസ്ഥ പുള്ളിക്ക് വരുമോ എന്നുള്ളൊരു ചിന്ത പുള്ളിയുടെ മനസ്സിലേക്ക് വരുന്നതാണ് എൻ്റെ കഥയിലൂടെ. അങ്ങനെ പറയുന്നത്. ഓക്കെ, ചെറിയുടെ ആൺമക്കളിൽ എന്താണ് തോന്നിയത്? എത്രമാത്രം റെലവൻ്റ് ആയിട്ടൊരു സ്റ്റോറിയാണ് ഈ ചിത്രം എന്ന് തോന്നിയത്? ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ചെറിയുടെ ആൺമക്കൾ എന്ന് പറയുന്ന കഥയുടെ ഒരു സ്വാധീനം എത്രത്തോളം ഉണ്ടെന്നാണ് കരുതുന്നത്? ഒന്നുമില്ല, കഥ അറിയാത്തോണ്ട്. ഇനിയിപ്പോ നിലവിൽ വേറെ സിനിമകളിൽ ദൃശ്യം ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരിക്കും അല്ലേ? അത് 20 ദിവസം ഈ മാസം ഷൂട്ടുണ്ടാവും. എനിക്ക് 15 ദിവസം. അതില് മെയിൻ ആളായിട്ടായിരിക്കുള്ളൂ അല്ലേ? അതിന്റെ ബാക്കി കഥ ചോദിച്ചിട്ടുണ്ടോ? എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ? അതോ എന്തെങ്കിലും ചോദിച്ചില്ല. ഇതിനു മുമ്പ് വിളിക്കും. ഒരു 18-19 ജിത്തു സാർ വിളിച്ച് സംസാരിക്കും. കാരണം നേരത്തെ സ്ക്രിപ്റ്റ് തരുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നേരത്തെ സ്ക്രിപ്റ്റ് തരും. അപ്പോൾ ഈ പ്രാവശ്യം അതുപോലെ നേരത്തെ സ്ക്രിപ്റ്റ് നേരത്തെ പഠിച്ചെടുക്കാം. അത് നമ്മൾ കഥ ചോദിക്കുന്നില്ല, കാര്യം നമ്മുടെ സ്ക്രിപ്റ്റിങ് തരും, നമ്മൾ വായിച്ചു പഠിക്കുന്നു. ആ സീനിലേക്ക് ചെല്ലുമ്പോൾ അന്നേരം പറയുന്ന റൂട്ടിലാണ് നടന്നിരിക്കുന്നത്. നമ്മൾ വലിയ ആദ്യമേ മുതൽ കഥ കേട്ട് അതിനുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ടില്ല. കാണുമായിരിക്കും. കാരണം ഗ്യാപ്പുണ്ട് എനിക്ക്, എല്ലാവർക്കും അടുപ്പിച്ചില്ല. 25 കഴിഞ്ഞ് പിന്നെ 28, പിന്നെ 1, 3, പിന്നെ 4, 5, 6 അതിനിടയ്ക്ക് എനിക്ക് ഗൾഫ് ട്രിപ്പ് 9.
സ്റ്റേജ് സ്റ്റേജിൽ